ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാശിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു എൻലൈൻ ക്രെറ്റയുടെ വീഡിയോ കണ്ടിട്ട് വന്ന കസ്റ്റമറുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻലൈനിലേക്കല്ല, ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 17 ഇഞ്ചിൻ്റെ അലോയ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട് DRL, ഓട്ടോ ഫോൾഡിംഗ് മിറർ ഉൾപ്പെടെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഒരു ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും സ്റ്റിയറിംഗ് കൺട്രോളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റീരിയോ പോലും നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വരുന്നില്ല കേട്ടോ, ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതിൽ ബ്ലോപ്പങ്ങിൻ്റെ ജമൈക്ക സീരീസിൽ വരുന്ന സ്റ്റീരിയോ നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ആകെ ക്ലസ്റ്റർ കൺട്രോൾസ് മാത്രമേ നമുക്ക് സ്റ്റിയറിംഗിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷനിലുള്ള അതേപോലെ തന്നെ ആ ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ അടക്കം നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിറർ ആണെങ്കിൽ പോലും നമ്മൾ ഓട്ടോ ഫുൾ മിററിലേക്ക് ചെയ്യുന്നുണ്ട്. അലോയ്സ് നമ്മൾ 17 ഇഞ്ചിൻ്റെ ഒറിജിനൽ ഫുൾ ഓപ്ഷൻ്റെ അലോയ്സ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ വരുമ്പോൾ DRLന് പകരം ഒരു ചെറിയൊരു ക്രോം ലൈനാണ് വരുന്നത്, അത് നമ്മൾ DRLിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മിറേഴ്സൊക്കെ നമ്മൾ ഓട്ടോ ഫോൾഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ മിററിൻ്റെ കൺട്രോൾ സ്വിച്ച് പാനൽ അടക്കം നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓട്ടോ ഫോൾഡിൻ്റെ സ്വിച്ച്, അതായത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാനുവൽ കൺട്രോൾ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മളവിടെ ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സോണിയുടെ സ്പീക്കർ, അതുപോലെ തന്നെ സോണി എക്സ്പ്ലോറിൻ്റെ ആംപ്ലിഫയർ, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറൊക്കെ സെറ്റ് ചെയ്ത് ഓഡിയോ നമ്മൾ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ 360 നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. 360 ചെയ്യുന്നത് 2K ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ 360. അപ്പോൾ വിഷ്വലിന് ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിതിൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന DRL കാര്യങ്ങൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫുൾ ഓപ്ഷനിൽ തന്നെ ആ സെയിം ഒറിജിനൽ DRL തന്നെയാണ് വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ അഞ്ച് നല്ല അടിപൊളിയായിട്ട് അയച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന ഹൈ എൻഡ് സ്പീക്കർ, സോണിയുടെ ഫ്രണ്ട് കോമ്പോണൻ്റ്, ഇതായി കാണുന്ന ഹൈ എൻഡ് സ്പീക്കേഴ്സാണ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് കോമ്പോണൻ്റ്, ബാക്ക് കോയാക്സിൽ, അതും ഡോർ ഡാമ്പ് ചെയ്തിട്ടാണ് സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിൽ അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ ബ്ലോപ്പങ്ങിൻ്റെ ജമൈക്ക സീരീസിൽ വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതായത് ഈ കാണുന്ന ക്രെറ്റ 2024 സ്പെഷ്യൽ കാർ റേഡിയോ, അതായത് ഈ ജമൈക്ക സീരീസിൽ വരുന്ന ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ആയാലും അതിൻ്റെ ഫ്രണ്ട് കോമ്പോണൻറ്റിൽ വരുന്ന ക്രോസ് ഓവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഡാമ്പിങ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ ഡോറും ഡാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 ലെയർ ഡാമ്പിങ് ആണ് വണ്ടിയിൽ. ഡാമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി, അതായത് എക്സ്ട്രാ ആവശ്യമില്ലാത്ത നോയ്സ് കാര്യങ്ങളെല്ലാം ഡാമ്പിങ് കുറക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ഇൻസൈഡിലുണ്ടാകുന്ന ഓഡിയോ ക്വാളിറ്റി നല്ലോണം മെച്ചപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വണ്ടിയിൽ ഡാമ്പിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോണിയുടെ ES സീരീസിൽ വരുന്ന സ്പീക്കേഴ്സാണ് കേട്ടോ. അടിപൊളി കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും കോയാക്സിലാണ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഹൈ എൻഡ് സ്പീക്കേഴ്സാണ് സോണിയുടെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് DRLിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അലോയ്സും ഒക്കെ ചെയ്ത് വർക്ക് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ 17 ഇഞ്ചിൻ്റെ ഫുൾ ഓപ്ഷനിലാണ് ആ ഡയമണ്ട് കട്ട് അലോയ്സാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷാർക്ക് ആൻറ്റിന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഫോൾഡ് മിററിൻ്റെ സ്വിച്ച് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ടാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓട്ടോ ഫോൾഡ് മിററിൻ്റെ കൺട്രോൾ പെർഫെക്റ്റ് വർക്കിംഗ് ഉണ്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിററിൻ്റെ വർക്കിംഗ് ആയാലും ഓട്ടോ ഫോൾഡിങ് ആയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ അടിപൊളിയായിട്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ ആയാലും സ്റ്റിയറിംഗ് കൺട്രോൾ ആയാലും പക്ക വർക്കിംഗ് ഉണ്ടോ. ക്രൂയിസ് കൺട്രോൾ വരെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അങ്ങനെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റീരിയോയുടെ ഫീച്ചേഴ്സ് എല്ലാം എനിക്ക് കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.